Hello, Diona, Aditya, Priska, Mia, Phoebe. Good evening. Yes, Diona. Hello. Sandro Gaming. Who is that? ശ്രീഹർഷ്. അന്ന് ഞാൻ നിന്നെ സായ് ഹർഷ് എന്ന് വിളിച്ചു അല്ലേ? ഹു ഈസ് സാൻഡ്രോ ഗെയിമിംഗ്? സുജീഷ്. ഓക്കെ ഓക്കെ സുജീഷ്. പഠിക്കാൻ തുടങ്ങിയോ എല്ലാവരും? ഇന്ന് ഞാനൊരു നോട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഗൂഗിൾ ഡ്രൈവ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും അത് ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ, ഇനി ഇതിനേക്കാളും എളുപ്പമാക്കാൻ വയ്യ. ക്യാരക്ടർ സ്കെച്ചൊക്കെ രൂപം കൊടുത്തിട്ട് അവരുടെ ക്വാളിറ്റീസ് ഇങ്ങനെ ടൈപ്പ് ചെയ്താണ്. അപ്പം നിങ്ങൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയൊക്കെ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. യെസ്, ഗുഡ് ഈവനിങ് ഷഹാമ. മോസ്റ്റ് പ്രോബബ്ലി ഒരു ലെസൺ എടുക്കാനായിട്ടുള്ള നമ്മളുടെ ഫോർ ദിസ് ഇയർ ദിസ് വിൽ ബി ദ ലാസ്റ്റ് ക്ലാസ്. ഇനി റിവിഷന് വേണ്ടിയിട്ടൊരു 4-5 സെഷൻസ്, അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് പോലെ ഉണ്ടാവും. ഓക്കെ, ഇന്ന് ഏതായാലും പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നു HTB ക്ലാസ്സിനൊന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. സോ സ്റ്റിൽ ഇന്നൊന്നും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടെ ഉപകാരപ്രദമാവെന്ന് വിചാരിക്കുന്നു. ഈ 12 പേരാണ് ജോയിൻ ചെയ്തത്. നമുക്ക് തുടങ്ങിയാലോ? ഷാൽ വി വെയിറ്റ് ഫോർ അതേഴ്സ്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? Okay, so today, my dear friends, warm good evening to all of you. Am I audible to you clearly? Is my sound okay for you? Hi, Nasreen. Yes, okay, thank you. So today we are going to discuss the want to play post early for Christmas. Actually, I have already given you that as an assignment to read the one act play very well, prepare notes based on the one act play. How many of you did that? I don't know, but most of you might have done it. I believe like that. Am I right? How many of you read the one act play and take down notes in your notebook? Come on, anybody did it? Nobody? Let me check how many of you have gone through the play, one act play post. It is a very funny one, very simple one as well. So I think you should go through that, feel that English. Because when a one act play has been read by you, the benefit is through the one act play or in that one act play, many dialogues will be there. Dialogue means it is the true representation of the language. Whenever how to use language when we speak, when we communicate. So the English in the day-to-day activities can be understood through the one act plays. That is why I told you to go through this and feel the one act play by yourself. So here nobody has been typing that you read it or not, but I prefer to believe that you have done it. Okay. So today we can discuss who are the characters in this one act play. Who are the main characters in this one act play? Please text it.
A young lady post office assistant. Then Mrs. Smith, Mrs. Jones. Yes, full S2B ആണ് ഇന്ന്. ബിക്കോസ് എസ് ടു ബിക്ക് ഇതെടുത്തിട്ടേ ഇല്ലല്ലോ, മറ്റവർക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ. യാ മിസ്സിസ് സ്മിത്ത്. ദെൻ യാ മിസ്സിസ് സ്മിത്ത്, പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ്. ദെൻ മിസ്സിസ് ജോൺസ്, a deaf old gentleman, a farmer, a fussy old lady, Mrs. Higgins, Bertie, a foreign tourist, and a policeman. Yeah, farmer. Okay, so these are the characters in this story. So, which is the scene or setting of the play? Where exactly is this play taking place? The play took place in a post office. The play took place in a post office, and the time is immediately before Christmas. ക്രിസ്മസിന് തൊട്ട് മുന്നേ ഒരു പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ബിസി ആക്ടിവിറ്റീസും അതിനെ തുടർന്നുണ്ടാകുന്ന കുറേ ഫണ്ണി ഇൻസിഡൻസുമാണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ഈ പ്ലേയിൽ പരാമർശിച്ചിട്ടുള്ളത്. എന്താണ് ഈ ക്രിസ്മസും പോസ്റ്റ് ഓഫീസും തമ്മിലുള്ള ബന്ധം എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബട്ട് ഞങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ മനസ്സിലാവുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ, ഒരാൾക്ക് ഗിഫ്റ്റ് അയക്കണമെങ്കിലൊക്കെ നമ്മളുടെ വീടിൻ്റെ സ്വകാര്യതയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അയക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഓൺലൈനായിട്ട് വേണമെങ്കിൽ എന്ത് ഗിഫ്റ്റും നമുക്ക് ഇവിടുന്ന് എവിടേക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, പോസ്റ്റ് ഓഫീസ് അല്ലാതെ തന്നെ കൊറിയറുകളുണ്ട്, പലതരത്തിലുള്ള പാഴ്സൽ സർവീസുകളുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്കിന്ന് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാം, മെസ്സേജസ് അയക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മെസ്സേജ് അയക്കാൻ, അല്ലെങ്കിൽ ഒരു കത്ത് അയക്കാൻ, അല്ലെങ്കിൽ ഗിഫ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടിലുള്ള എല്ലാവരും കൂടി തിക്കി തിരക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് പണ്ടൊന്നുമല്ല, മൊബൈലൊക്കെ ഇങ്ങനെ സജീവമാകുന്നതിന് മുമ്പ്, ഒരുപാട് മുമ്പ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു കത്ത്, ഒരു വിവരം അറിയിക്കണമെങ്കിൽ നമുക്കൊരു പോസ്റ്റ് കാർഡിൽ വിവരം എഴുതിയിട്ട് അത് പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്യണമായിരുന്നു. ഒരു അപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ, ഒരു കത്ത് അയക്കണമെങ്കിൽ, പൈസ അയക്കണമെങ്കിൽ മണി ഓർഡറേ വഴി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്തൊക്കെയാ, ഗൂഗിൾ പേ, ഫോൺ പേ, പലതരത്തിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആയി. ഇപ്പം നമ്മളിപ്പം പോസ്റ്റ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞു പോയി, റൈറ്റ്? അപ്പം ഇതുപോലുള്ള സാഹചര്യത്തിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ് അല്ല, മറിച്ച് ഒരുപാട് പഴയ പോസ്റ്റ് ഓഫീസ്. അന്ന് പൈസ അയക്കാനും ഗിഫ്റ്റ് അയക്കാനും കത്തയക്കാനും പാഴ്സൽ അയക്കാനും ഒക്കെ people depended upon this post offices. So post office will be a busy area where hectic activities have been going on in the days immediately before the Christmas, because Christmas to the Christian people, my God, it's a great celebration. It's a one and only celebration for them. So in the Europe and in the Western countries, Christmas has been celebrated in such a fabulous manner. Not like our Christmas. നമ്മൾ ഇവിടെ ഇങ്ങനെ എവിടെന്നെങ്കിലും ഒരു കേക്ക് കട്ട് ചെയ്ത് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതായി. പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഒന്ന് പള്ളിയിൽ പോകും, ദാറ്റ്സ് ഓൾ. ബട്ട് നമ്മുടെ വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാസത്തെ സെലിബ്രേഷനാണ്. ഒരു നവംബറിൽ തുടങ്ങും ഡെക്കറേഷൻസ്, പുൽക്കൂടൊരുക്കൽ, ഗിഫ്റ്റുകൾ സംഘടിപ്പിക്കൽ, ക്രിസ്മസ് പർച്ചേസ് തുടങ്ങിയിട്ട് ഗംഭീര തയ്യാറെടുപ്പുകളാണ്. നമ്മൾ മലപ്പുറംകാർക്ക് ഇത് ഇത്തിരി മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഇനിയിപ്പോൾ ക്രിസ്ത്യൻസ് വളരെ കുറവുണ്ടെങ്കിൽ തന്നെ അത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരുക്കങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ, പിന്നെ തൃശ്ശൂർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, എറണാകുളം, കോട്ടയം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു യൂറോപ്യൻ എല്ലാം അവിടെ കാണാം. അതായത് ക്രിസ്മസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ഡെക്കറേഷൻസ്, പുൽക്കൂട്, എല്ലാം അതിൻ്റെ സൂപ്പർബ് മാനറിൽ നമുക്ക് തെക്ക് ഭാഗങ്ങളിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പണ്ട് ആകെ പോസ്റ്റ് ഓഫീസിലൂടെയാണ് കത്തായാലും കാർഡായാലും ഗിഫ്റ്റായാലും, പണ്ടൊക്കെ ഗ്രീറ്റിംഗ് കാർഡുകൾ വാങ്ങാൻ പോകും നമ്മൾ ക്രിസ്മസ്, ന്യൂ ഇയറിന്.
എന്നിട്ട് അത് വാങ്ങണം, നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അനുസരിച്ചുള്ള ഓരോ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങണം, അത് വാങ്ങി കവർ ചെയ്ത് സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കണം. ഭയങ്കര ത്രില്ലായിരുന്നു. ഇതിപ്പോൾ നമുക്കൊരു ക്ലിക്കിൽ എന്ത് തരം വേണമെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട്. അതിൽ അത്ര വലിയ ത്രിൽ ഫാക്ടർ ഇല്ല. പക്ഷെ മറ്റത് ഭയങ്കര ത്രില്ലാണ്. കാരണം നമുക്ക് വേണ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആളിതാ പ്രിസ്കയാണ്. അപ്പോൾ പ്രിസ്കയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ പ്രിസ്കയ്ക്ക് എനിക്ക് എന്ത് ചെയ്യണം, ഒരു ക്രിസ്മസ് കാർഡ് അയക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്രിസ്കയെ ഞാൻ മനസ്സിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ഓർക്കുന്നുണ്ട്. ബിക്കോസ് ഐ എം ഗോയിങ് ടു ഗെറ്റ് an apt ക്രിസ്മസ് കാർഡ് ഫോർ ഹർ. അപ്പം ആ ഒരു തിങ്കിങ്ങിൽ പോണു. ക്രിസ്മസ് കാർഡ് തിരയുമ്പോഴും ഷീസ് ഇൻ മൈ മൈൻഡ് അല്ലേ. എന്നിട്ട് അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു, അവളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഇതിനെല്ലാം അനുസരിച്ച രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് കാർഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എത്രയോ നേരം ആ ആള് എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, ലവ് ആൻഡ് കൺസേൺ വിൽ ബി ദർ. അപ്പോൾ എന്നിട്ട് അതൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് പോസ്റ്റ് കാർഡ് ഗിഫ്റ്റ് ക്രിസ്മസ് കാർഡൊക്കെ അയക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അയക്കില്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രമേ അയക്കുള്ളൂ. റൈറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ക്രിസ്മസിന് ഗിഫ്റ്റ് കൈമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേണേഴ്സ് ടേക്ക് ഇറ്റ് ആസ് എ പ്രസ്റ്റീജിയസ് ഇഷ്യൂ. എവ്രിബഡി എക്സ്ചേഞ്ച് ഗിഫ്റ്റ്സ് വിത്ത് ദെയർ ഡിയർ വൺസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ക്രിസ്മസിൻ്റെ തൊട്ട് മുന്നേ അവിടെ എത്രത്തോളം തിരക്കാവുന്ന ആലോചിച്ച് നോക്കി. ഒരു നാട് മുഴുവനും ഉണ്ടാവും അല്ലേ, ഒരു ഏരിയയിലേക്ക് ഒരു പോസ്റ്റ് ഓഫീസ് അല്ലേ. അപ്പോൾ ആ നാട്ടുകാർ മുഴുവനും അവിടേക്ക് വരുന്നു, ക്രിസ്മസിൻ്റെ പാഴ്സൽ അയക്കണു, ഗിഫ്റ്റ് അയക്കണു, അതയക്കണു, ഇതയക്കണു, വെരി ബിസി. റൈറ്റ്. അങ്ങനെയുള്ള ഒരു ബിസി പോസ്റ്റ് ഓഫീസ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ക്രിസ്മസ് ഈസ് ദ സെറ്റിംഗ് ഓഫ് അവർ വൺ ആക്ട് പ്ലേ. റൈറ്റ്. ഇനി ഈ തരത്തിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ് കൺട്രോൾ ചെയ്യാനായിട്ട് സോ മെനി പീപ്പിൾ ആർ ദർ as customers. So many came, one after another people rushes to the post office. But there is one and only person, the young postal assistant. She's only one person who has to engage, or who has to be busy with all this, who has to deal all these people at the same time. പിന്നെ നമുക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കാര്യങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് നടക്കേണ്ടത്, വെയിറ്റ് ചെയ്യാൻ വയ്യ. സോ എവ്രിബഡി വിൽ ബി ക്രിയേറ്റിംഗ് situations and scenes in a post office, right? So this is the basic setting and atmosphere of a one act play. A post office which is very busy, only one postal assistant is there to handle the case of all the customers, and many customers rushes to the post office to send their parcels, to send their gifts and all. Normally what happens, so many issues will be there. People are there, human beings are there. Wherever human beings are, there will be problems. Immense lots of problems will be there, right? അതൊരു ഫണ്ണി പ്ലേ ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് ഫണ്ണി ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്, ഒരുപാട് അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെയാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ദ പ്ലേ നിലനിൽക്കുന്ന ഒരു ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് റോളുള്ള ഒരു ക്യാരക്ടറാണ് ദ യങ് ലേഡി പോസ്റ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഷീസ് എ വെരി ചാമിങ് ലേഡി, വെരി സ്മാർട്ട്, വെരി ആക്റ്റീവ്, ഡെഡിക്കേറ്റ്. ഞാനേ ഓരോരുത്തരുടെ ക്യാരക്ടർ പറയുമ്പോൾ പ്ലീസ് ടേക്ക് ഇറ്റ് ഡൗൺ, എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. ക്യാരക്ടർ സ്കെച്ചിന് നമുക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെറുതായിട്ട് എഴുതി വയ്ക്കാം. റൈറ്റ്. സോ പോസ്റ്റ് ഓഫീസേഴ്സ് ഇൻ യങ്, ചാമിങ്, വെരി ആക്റ്റീവ്, ദെൻ very sincere and dedicated, duty bound, duty first to her. Okay, then the next thing about her is she's so calm and quiet in her behavior, not at all getting provocated from any comments or any behavior from the customers. That's the best quality a postal assistant should have. Even though many people
try to provoke her through their dialects and their behavior, she never get provocated. She's so cool and calm, dealing all the customers very calmly, very quietly, and very with a pleasing smile on her lips, just like Ratna in our Havigallu. She welcomed everybody with a pleasing smile. Okay, so that is our postal assistant. And there in the post office, there is a notice. A notice was pasted on the entrance of the post office. From that notice, the title of our play has been taken. What is it? Post early for Christmas. Since the post office will be very busy during this Christmas days, the postal authorities request the people to post everything, their parcels or gifts, whatever it is, post early for Christmas. That is why such a notice was pasted in the post office. ആ നോട്ടീസിൽ നിന്നാണ് നമ്മളുടെ ഈ ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ പോസ്റ്റ് ചെയ്താൽ എന്താ, അപ്പം നമ്മൾ പറയും വീട്ടിൽ നിന്ന് പരീക്ഷയ്ക്ക് നേരത്തെ ഇറങ്ങണം എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും എന്തിനിപ്പോൾ നേരത്തെ എത്തുന്ന സമയത്തിന് എത്തിയാൽ പോരെ, നേരത്തെ എത്തിയാൽ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമൊന്നുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരുണ്ട്, ചോദിക്കുന്നവരുണ്ട് മനസ്സിലെങ്കിലും. പക്ഷേ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഹറിബറി ഇല്ലാതെ ഹോൾ ടിക്കറ്റ് എടുത്തോ, പെന്നെടുത്തോ, പെൻസിലെടുത്തോ, സ്കെയിലെടുത്തോ, റബ്ബർ എടുത്തോ, നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തോ, മാസ്ക് എടുത്തോ, സാനിറ്റൈസർ എടുത്തോ, വെള്ളം എടുത്തോ, എല്ലാം വെരിഫൈ ചെയ്തിട്ട് കൂളായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അമ്മേനോടും അച്ഛനോടും ബ്രദറിനോടും സിസ്റ്ററിനോടൊക്കെ ഒരു ബൈ പറഞ്ഞ് അവരെ കയ്യിൽ നിന്നൊക്കെ ഒരു ഓൾ ദി ബെസ്റ്റ് വാങ്ങി മനസ്സ് വളരെ സന്തോഷത്തോടു കൂടി നന്നായി ഭക്ഷണം കഴിച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് ഒരു ടെൻഷനും കൂടാതെ മെല്ലെ പോയി സ്കൂളിൽ വളരെ നേരത്തെ ഒരു അരമണിക്കൂർ നേരത്തെ തന്നെ സ്കൂളിലെത്തി. എന്നിട്ട് ഇങ്ങനെ നോക്കി എവിടെയാണ് റൂം എന്ന് കണ്ടുപിടിച്ച്, പിന്നെ നിങ്ങൾക്ക് ബാക്കി സമയം വേണമെങ്കിൽ എന്ത് ചെയ്യാം, പഠിച്ച ഭാഗത്തെ ചെറിയ നോട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് യെസ് ഐ ആം വെരി മച്ച് ഓക്കെ എന്ന ഫീലോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് പോകാം അല്ലേ. ഇതൊക്കെ അറിഞ്ഞാലും നമ്മൾ എത്ര പേര് അത് ചെയ്യും? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ലാസ്റ്റ് മിനിറ്റ് റഷിൽ ഒരുപാട് ഓൾ ടിക്കറ്റ് മറക്കാം, ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടില്ല, പെന്ന് വെച്ചോടത്ത് കാണുന്നില്ല, വീട്ടുകാരോടൊക്കെ കച്ചറുണ്ടാക്കി, അതോടുകൂടി പഠിക്കാനുള്ള എല്ലാ മൂടും പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തും വളരെ നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും, ഒരു പ്രശ്നങ്ങളും മുന്നിൽ ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ടൈം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് നോട്ടീസ് വെച്ചിട്ടോ ആളുകളോട് അഡ്വർടൈസ് ചെയ്തിട്ടോ ഒന്നും കാര്യം ഉണ്ടായില്ല. അവസാന മിനിറ്റിൽ നമ്മളെപ്പോലെ ചിലരവിടെ എത്തി ഒച്ചയും വിളിയും കൂട്ടുന്നതാണ് ഇതിലെ സീൻ. റൈറ്റ്. The first customer was Mrs. Smith. She's a calm and quiet lady, a very good lady, not at all making issues. She can handle other, or she can interact with other people very well. A smooth and calm and quiet lady. The second person is Mrs. Jones. Mama, she's very difficult to handle. Okay, she's very difficult to handle. When she tried to send a huge lot of parcels in that last hour, postal assistant very simply ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ, ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ഇൻ ദി ഏർലി ടൈം. നേരത്തെ തന്നെ അത് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വിത്തൗട്ട് എനി ഡാമേജ് യുവർ പാർസൽ വിൽ റീച്ച് ദ യുവർ ഡിയർ വൺസ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് നേരത്തെ പോസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കായിരുന്നു. അവസാന നിമിഷമാകുമ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്, നേരത്തെ ഒന്ന് പോസ്റ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്, ഡോണ്ട് പുട്ട് യുവർ ബ്ലഡി നോസ് ഇൻ മൈ അഫയേഴ്സ്. നീ അങ്ങനെ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യാൻ. അതിൽ പ്രൊവോക്ഡ് ആയിട്ടില്ല പോസ്റ്റൽ അസിസ്റ്റന്റ്. ഷീ സേസ് സോറി മാം, സോറി എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ കാര്യത്തിലേക്ക് പോവാണ്. അതിനുശേഷം വരുന്നത് ആരാണ്? ആഫ്റ്റർ ദാറ്റ് കംസ് ദ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ ഹൂ
makes a huge lot of situations to laugh at. എല്ലാവർക്കും ആലോചിച്ച് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി. ആക്ച്വലി ഹീ ഈസ് ഡെഫ്, ഹി കനോട്ട് ഹിയർ പ്രോപ്പർലി, ബട്ട് he will never say that he is deaf. Okay, അപ്പം അദ്ദേഹത്തോട് ബുക്ക് കൊണ്ടുവന്നോ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഹി കെയിം ടു ദ പോസ്റ്റ് ഓഫീസ് ടു ഗെറ്റ് ഹിസ് പെൻഷൻ. അപ്പൊ പെൻഷന്റെ ബുക്ക് കൊണ്ടുവന്നോ എന്ന് ചോദിക്കുന്നതോടുകൂടി he became very angry and he said, what, cook? Why should I bring my cook to the post office? ബുക്കാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പോസ്റ്റൽ അസിസ്റ്റന്റ് ഒരുപാട് കുറെ തെറി കേട്ടു, കുറെ കഷ്ടപ്പെട്ടു. അവസാനം പിന്നെ എന്തോ ഒന്ന് പറയുന്നുണ്ട്, ഐ എം അഫ്രൈഡ് യു ഡിഡിന്റ് ഹിയർ വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞതല്ല താങ്കൾ കേട്ടത് എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി തന്നെ സെഡ് എന്നുള്ളത് അയാൾ കേട്ടത് ബെഡ് എന്ന്. വാട്ട് ഡിഡ് യു സേ? ഡു യു തിങ്ക് ദാറ്റ് ഐ ഹാവ് ടു ബി ഇൻ ദ ബെഡ്? ഐ എം നോട്ട് ദാറ്റ് ഓൾഡ്, ഐ എം സ്റ്റിൽ ഹെൽത്തി. എന്നെ അങ്ങനെ ബെഡ് കെടുത്താനൊന്നും നോക്കണ്ട നീ, ഞാൻ അത്രയ്ക്ക് വയസ്സായിട്ടൊന്നുമില്ല, ഐ ആം സ്റ്റിൽ ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ പിന്നെയും സെഡ് എന്ന് പറയുമ്പോൾ ടെഡ് നേക്കണം. ആരാണ് ടെഡ്? എൻ്റെ പേര് ടെഡ് അല്ല. എന്തൊക്കെ ഇവർ പറഞ്ഞു അതിന് മുഴുവൻ ഒടക്കാണ് അയാൾ. അവസാനം ബുക്കൊക്കെ റെഡിയാക്കി പെൻഷൻ കൊടുക്കുന്ന നേരത്തെ അവർ പറയുന്ന ഒരു കമന്റ് ഭയങ്കരമായിപ്പോയി. എന്താ അദ്ദേഹം പറയുന്നത്? ഈ ചെവി കേൾക്കാത്ത ആള് മുഴുവനായിട്ട് കേൾക്കുന്ന പോസ്റ്റൽ അസിസ്റ്റന്റിനോട് പറയാ, മാം യു ഹാവ് ടു ചെക്ക് യുവർ ഇയേഴ്സ്, ഐ തിങ്ക് ദർ ഈസ് സം ഹിയറിംഗ് പ്രോബ്ലം ഫോർ യു. നിങ്ങളുടെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്, അതൊന്ന് ടെസ്റ്റ് ചെയ്യിച്ചോളൂ ഉണ്ട് കേട്ടോ എന്ന് പോസ്റ്റൽ അസിസ്റ്റന്റിനോട് ഈ ചെവി കേൾക്കാത്ത ആള് പറയുന്നതാണ്. അതാണ് അദ്ദേഹത്തിന്റെ എൻട്രി. ഓക്കെ, പിന്നെ വരുന്നത് ഒരു ഫസി ഓൾഡ് ലേഡിയാണ്. അവരുടെ വരവ് അതിലേറെ രസമാണ്. അവരെന്താ ചെയ്യുന്നത്? അവർക്ക് വേണ്ടത് അവരുടെ ക്യാറ്റിന്റെ കൈക്കൊരു മുറിവുണ്ട്, അതിന് തേക്കാനുള്ള വെറ്റിനറി ഓയിൻമെന്റ് ആണ് വേണ്ടത്. അപ്പോൾ പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ അടുത്ത് വന്നിട്ട് ഓയിൻമെന്റ് ചോദിച്ചപ്പോൾ അവർ പറയാണ്, സോറി മാം, ദിസ് ഈസ് എ പോസ്റ്റ് ഓഫീസ്. ഓ സോറി, ദ വെറ്റിനറി ഷോപ്പ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ലെയിൻ. ഇതിന്റെ അറ്റത്താണ് വെറ്റിനറി ഷോപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നിട്ട് വേറൊരു പൊട്ടത്തരം. അതിനുശേഷമാണ് ആര് വരുന്നത്? ഫാമർ വരുന്നുണ്ട്. നമ്മൾ പറയും മുറി വൈദ്യൻ ആളെ കൊല്ലുന്നു. അത് കുറച്ച് വിവരം എന്തോ കിട്ടിയിട്ട് അത് വെച്ചിട്ട് അങ്ങ് മെയിൻ ആയതോടുകൂടി എല്ലാവരിലും ടെൻഷൻ പടർത്തുന്ന ഒരു ക്യാരക്ടറാണ് ഫാമർ. അദ്ദേഹം അന്ന് പത്രത്തിൽ അദ്ദേഹം എവിടെയോ കേട്ടിട്ടുണ്ട്, ഒരു ബോംബ് ഉണ്ടായി, ഒരു പാഴ്സൽ ബോംബ്, ഒരു പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന പാഴ്സൽ എവിടെയോ പൊട്ടിത്തെറിച്ചു, ഒരുപാട് ആൾക്ക് അപകടം പറ്റി എന്നുള്ള വിവരം അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ട് വിളമ്പുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാവരും ടെൻഷനായി. കാരണം നിറയെ പാഴ്സൽസ് അല്ലേ പോസ്റ്റ് ഓഫീസിൽ, അതിലേതെങ്കിലും ബോംബ് ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. എല്ലാവർക്കും പരസ്പരം സംശയമായി, നീ ബോംബനാണോ എന്ന് സംശയമായി. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ആളെ കൺഫ്യൂഷനാക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ആളാണ് ആര്? മിസ്സിസ് ഹിഗിൻസും അവരുടെ മകനായ ബേർട്ടിയും. അവരുടെ പ്രത്യേകത എന്താണ്? മിസ്സിസ് ഹിഗിൻസിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫോർ നത്തിങ്. എന്തൊക്കെയോ ഒരു ഗ്രാമറും തലയും വാലയും ഇല്ലാത്ത ഒരു തരം ഭാഷയാണ് പറയുന്നത്, ഇംഗ്ലീഷ് ആണെന്ന് മാത്രം. പക്ഷെ അവർക്ക് ഒരു കാര്യം നിർബന്ധമാണ്, അവരുടെ മകൻ ചെറിയ പയ്യനാണ് ബേർട്ടി, വളരെ നോട്ടിയാണ്. ബേർട്ടി ദ നോട്ടി ബോയ്. അവൻ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഗ്രാമറും സ്പെല്ലിങ്ങും തിരുത്താനായിട്ട് നിൽക്കും ഇവര്. പിന്നെ ആ കുട്ടി എന്ത് ചെയ്താലും അതിലൊക്കെ ഇടപെടും. ഓവർ ഇന്റർഫിയറിങ്, ഓവർ പാരന്റിങ്, ഓവർ കമാൻഡിങ് ദ ബോയ്, ഇന്റർഫിയറിങ് ഇൻ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി ഓഫ് ദ ബോയ്. ചില രക്ഷിതാക്കൾ അങ്ങനെയാ, കുട്ടികൾക്ക് ഒരു ഫ്രീഡവും കൊടുക്കില്ല, എല്ലാത്തിലും കയറി ഇടപെടും. അവർ പറഞ്ഞാൽ അത് തിരുത്തും, അവർ ചെയ്താൽ അത് തിരുത്തും. ഓക്കെ, ആക്ച്വലി അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് എന്താന്ന് ടൈപ്പ് ചെയ്തേ. കുഞ്ഞു കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഓവർ ഇന്റലിജൻസ് ഓഫ് പാരൻസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ചിൽഡ്രൻ. അത് കുട്ടികളുടെ ഏത് ക്വാളിറ്റിയാണ് ഇല്ലാതാക്കുന്നത്? ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അനുഭവസ്ഥരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബേർട്ടി ഇങ്ങനെ നോട്ടി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യും, അതിനനുസരിച്ച് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും മിസ്സിസ് ഹിഗിൻസ്. ഓക്കെ, സ്പോയിൽ ദെയർ ലൈഫ്. യെസ് ഷിഫ, സ്പോയിലിംഗ് ദെയർ കോൺഫിഡൻസ് ആക്ച്വലി, അല്ലേ? അവരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക. അവർ ചെയ്യുന്നതെല്ലാം തിരുത്തപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് തോന്നുന്നത്? അടുത്തത് ചെയ്യുമ്പോൾ അയ്യോ ഇത് തെറ്റിപ്പോവും. ഓക്കെ,
So we have to trust our children, give them the confidence that they can do things. Okay. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് മിസ്സിസ് ഹിഗിൻസ്. പിന്നെ വരുന്ന ആളാണ് ഒരു ഫോറിൻ ടൂറിസ്റ്റ്. Foreign tourists came there to send a very precious gift to some of his dear ones abroad. ഓക്കെ. അദ്ദേഹം അവിടെ വന്നിട്ട് പാഴ്സൽ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മനോഹരമായി കവർ ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇതിനെന്തെങ്കിലും അപകടം പറ്റുമോ, ഇത് സേഫായിട്ട് നാട്ടിലെത്തില്ലേ എന്നൊക്കെ ചോദിച്ച് അത് പാഴ്സലൊക്കെ അവിടെ കൊടുത്ത് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പോയതിന് ശേഷം ബേർട്ടി, ഞാൻ പറഞ്ഞു ഹീസ് എ നോട്ടി വൺ. അപ്പം ഇങ്ങനെ പാഴ്സൽ വെച്ച കൂമ്പാരത്തിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ ഏതോ ഒരു പാഴ്സൽ ടിക് 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 ഒച്ചുണ്ടാക്കി. ഉടനെ ബേർട്ടിൻ്റെ മനസ്സിലെന്താണ്? ടൈം ബോംബ്. ഫാമർ കൊടുത്ത ന്യൂസ് ഉണ്ടല്ലോ, അത് വേഗം അമ്മയോട് പറയുന്നു. എല്ലാവരും കൂടെ ടെൻഷൻ ആവണു. പാനിക് സ്ട്രിക്കൺ പീപ്പിൾ ഇൻ ദ പോസ്റ്റ് ഓഫീസ്. They are so panic stricken that they are afraid that that person may blast soon and everybody will burst into ashes. അത്രയും ടെൻഷനിൽ ബേർട്ടി പോയിരുന്നു. ഒരു പോലീസുകാരനെ വിളിച്ചുകൊണ്ടിരുന്നു. അവരപ്പോഴത്തേക്ക് എന്ത് ചെയ്യണു? ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടിരുന്നു. പാഴ്സൽ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു. വെള്ളത്തിലേക്ക് നല്ല മനോഹരമായി കവർ ചെയ്ത പാഴ്സൽ ഇങ്ങനെ മുങ്ങുന്നതിൻ്റെ ഇടയിലാണ് ഓണർ ദ ഫോറിൻ ടൂറിസ്റ്റ് ഓടി വരികയാണ്. എന്തിനാ വരുന്നത്? ബിക്കോസ് ഹി ഫോർഗോട്ട് ഹിസ് ഗ്ലൗസ് ഓൺ ദ ടേബിളിൽ അവിടെ ഗ്ലൗസ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ മറന്നുപോയി. അത് തിരിച്ചെടുക്കാൻ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ദ പ്രഷ്യസ് ഗിഫ്റ്റ് ദാറ്റ് ഹി ഹാസ് പർച്ചേസ്ഡ് ഫ്രം ദർ ഹാസ് ബീൻ സ്പോയിൽഡ്. വെറുതെ കേടുവരില്ല, എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി കേട് വരുത്തുന്നതാണ് കാണുന്നത്. ഹി ബിക്കേം വെരി ആംഗ്രി. ഹി വാസ് മാഡ് വിത്ത് ആംഗർ. He shouted at them and he pointed out the postal assistant and said that I will screw you all. I will write a complaint to the postmaster general and you will lose your job. What the hell did you do? You spoiled my parcel. എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രകടനം. That is the culmination of suspense of the story, and finally the postal assistant took a decision. She said that I'm leaving this job. I'm leaving this job because so many issues have been faced in a single day by that poor little lady. Okay, she has to do a lot of work. She has to listen to various insults, various criticisms, all these things, and at the end there is a fight, there is an issue, and for that she is responsible. So I told you she's a very decent, duty-bound, dedicated fellow. So she take the responsibility of spoiling that parcel. And so she says, taking this responsibility, I am resigning from this job. And I decided to join that veterinary shop because animals will never make this type of blunders and funny things in their life. So I prefer to serve animals than to this type of funny human beings. ആ ഒരു കമൻറ്റ് കൂടി വരുമ്പോൾ ഇതിൻ്റെ ഫൺ റീച്ചസ് അപ് ടു ഇറ്റ് സെനിത്ത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വൺ ആക്ട് പ്ലേ titled Post Early for Christmas by R.H. Wood. R.H. Wood ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ടൈറ്റില് ആരാണ് എഴുതിയത് എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ നമുക്ക് പോസ്റ്റൽ അസിസ്റ്റൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയിന്റ് എഴുതി ചെയ്തോളൂ. പൊളൈറ്റാണ്, ജെന്റിലാണ്, ഓക്കെ, and not angry when others insult her or when others are angry. Okay, and she's very patiently doing all her duties, very punctual in her work. Okay, she has much concern for her customers. ഭയങ്കര കൺസേൺ ഉണ്ട് അവരോടൊക്കെ. വെരി റീസണബിൾ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അക്കൗണ്ടബിൾ, ചെയ്യുന്നതിന് ഉത്തരവാദിത്വം ഏൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവൾക്ക്. ആൻഡ് വെരി മച്ച് മോറലി ഒബ്ലൈസ്ഡ്, വളരെ മോറലിസ്റ്റിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്.
And she's a memorable character in this whole play. ഓക്കെ, ഇത് ഈ പോയിന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മിസ്സിസ് സ്മിത്ത് ആണ്, പിന്നെ മിസ്സിസ് ജോൺസ്, അങ്ങനെയുള്ളവരെ കുറിച്ചും ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. അപ്പോഴെന്ത് ചെയ്യാം, മിസ്സിസ് സ്മിത്തും എന്താണ്, പൊളൈറ്റ്, ജെന്റിൽ, പങ്ക്ച്വലാണ് അല്ലേ. അവർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ പാഴ്സൽ അയക്കലൊക്കെ ഒരുവിധം എല്ലാം ലാസ്റ്റ് ഒന്നെത്തിയുള്ളൂ, ബാക്കിയെല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് പോസ്റ്റൽ അസിസ്റ്റന്റ് എഴുതുമ്പോഴും മിസ്സിസ് സ്മിത്ത് എഴുതുമ്പോഴും ഈ 3 കാര്യങ്ങൾ എഴുതാം. എന്തൊക്കെയാണ്? പൊളൈറ്റ്, ജെന്റിൽ, പങ്ക്ച്വൽ. ഓക്കെ, പിന്നെ പറയാം ഷീ ബിലീവ്സ് ഇൻ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ആ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. പിന്നെ വെരി കോർഡിയൽ ആൻഡ് ഫ്രണ്ട്ലി, കോർഡിയൽ CORDIAL, എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഷീ ബിക്കംസ് വെരി happy when she meets people and she expresses her happiness. So she is a gentle and polite lady. ഇനി മിസ്സിസ് ജോൺസിനെ കുറിച്ചാകുമ്പോഴോ നേരെ ഓപ്പോസിറ്റ്, പൊളൈറ്റ് അല്ല, എന്താണ്, ഇംപൊളൈറ്റ്, IMPOLITE, ഇംപൊളൈറ്റ് ആണ്, റൂഡാണ്. മറ്റാൾ കോർഡിയൽ ആയിരുന്നു, ഇവരെന്താണ്, റൂഡാണ്. പിന്നെയോ മിസ്സിസ് സ്മിത്ത് പങ്ക്ച്വൽ ആയിരുന്നു, മിസ്സിസ് ജോൺസോ നോട്ട് പങ്ക്ച്വൽ. ഷീ ബിലീവ്സ് ഇൻ ലാസ്റ്റ് മിനിറ്റ് റിഷ് അല്ലേ. പിന്നെ ഷീ ഈസ് വെരി റൂഡ്, എ ഡിസ്ഗസ്റ്റിംഗ് ക്യാരക്ടർ അല്ലേ, നമുക്ക് ഇഷ്ടം തോന്നാത്ത ഒരു വെറുപ്പിക്കുന്ന ക്യാരക്ടറാണ്. പിന്നെ ഡെഫോൾട്ട് ജെന്റിൽമാൻ, he is the cause for much laughter in the post office. ഇതിൽ ഒരുപാട് ചിരിക്കാൻ വകയുണ്ടാക്കുന്ന ആളാണ് അദ്ദേഹം. he is deaf, he repeatedly mistakes the words of assistant പറയുന്ന വേർഡ്സിനെ he repeatedly mistake it, and he is very rude and impolite. എന്നാ അവനാന്റെ തെറ്റ് സമ്മതിക്കുന്നുണ്ടോ? not at all aware that he is deaf. and അവസാനം എന്താ പറയുന്നത്, he tested the patience of the postal assistant. എന്നിട്ട് അവസാനം എന്താ പറയുന്നത്, you are deaf, go and check your ears. okay, he is not polite, very impatient also, തീരെ ക്ഷമയില്ല. പിന്നെ ഫാമർ, he created all these crises in the play അല്ലേ, പ്ലേയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ്. he announces the newspaper report, then he pretends as an expert of ബോംബ് സ്പെഷ്യലിസ്റ്റിന്റെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹമാണ് ആ ടിക് ടിക് സൗണ്ട് എവിടെന്നാ വരുന്നത് എന്നൊക്കെ കണ്ടെത്തുന്നത്. ഒരു CBI ടു എന്നൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് പോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ he creates fuss over all the silly things, ചെറിയ കാര്യങ്ങൾ വരെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. പിന്നെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാതെ കുഞ്ഞു കാര്യം വെച്ചുകൊണ്ട് പെരുപ്പിച്ച് എല്ലാ ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. പിന്നെ മിസ്സിസ് ഹിഗിൻസിനെ പറയുകയാണെങ്കിൽ മദർ ഓഫ് ദ നോട്ടി ചൈൽഡ് ബേർട്ടി, എ നാഗിങ് മദർ, നാഗിങ്, NAGGING, എന്താ നാഗിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചീത്ത പറയുന്നത്. ഓക്കെ, ഹർ ലാംഗ്വേജ് ഇസ് നോട്ട് അറ്റ് ഓൾ റിഫൈൻഡ്, ഒരു സംസ്കാരമുള്ള ഭാഷയേ അല്ല. പക്ഷേ ഷീ സ്കോൾസ് ദ ബോയ് ഫോർ ഹാവിങ് പുവർ ഗ്രാമർ, എന്നാൽ കുട്ടിയുടെ ഗ്രാമറിനെ കുറ്റം പറയാൻ അവർക്ക് നേരമുള്ളൂ. ഓക്കെ, ദെൻ ബേർട്ടീനെ പറ്റി പറയുമ്പോൾ നോട്ടി ബോയ് ആണ്, ഓൾവേസ് ഡൂയിങ് മിസ്ചീവിയസ് പ്രാങ്ക്സ് അല്ലേ, പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ മറ്റുള്ളവരെ വികൃതികൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ഓൾവേസ് അനോയ്സ് ഹിസ് മദർ വിത്ത് ഹിസ് ഡേർട്ടി ലാംഗ്വേജ്. ഓക്കെ, പിന്നെ എപ്പോഴും ഇങ്ങനെ ഐസ്ക്രീം വേണം, എഞ്ചിൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിമാൻഡിങ് ചൈൽഡാണ്. പിന്നെ അൺടൈഡി ആണ്, വൃത്തിയേ ഇല്ല, കെയർലെസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ബേർട്ടീനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഫോറിൻ ടൂറിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഹി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, വെരി ഡീസൻറ്റ് ഇൻ ഹിസ് ബിഹേവിയർ, ബട്ട് ലുക്കിംഗ് വെരി മിസ്റ്റീരിയസ് ഇൻ ദ ബിഗിനിങ്. കാരണം പാഴ്സൽ ശരിയാവോ പൊട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന പറഞ്ഞൊരു തരം മിസ്റ്ററി, എന്തോ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു. ബട്ട് ഹി ഈസ് എ ലോ അബൈഡിങ് പേഴ്സൺ, നിയമത്തെ അനുകൂലിക്കുന്ന ഒരാളാണ്. അവസാനം ആരെയും തല്ലിയിട്ടൊന്നുമില്ലല്ലോ, പറഞ്ഞതെന്താണ്, ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതാണ്. സോ ഹി ഈസ് എ ലോ അബൈഡിങ് പേഴ്സൺ. പിന്നെ പോലീസ്മാൻ ആണ്, ഇറാഷണൽ ആൻഡ് സെൻസിറ്റീവ്, കേട്ട പാതി കേൾക്കാത്ത പാതി എന്താ ചെയ്തത്, അത് കൊണ്ടുപോയി മുക്കി കൊളാക്കുക ചെയ്തത്.
ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സും കൂടി പഠിച്ചാൽ മതി. ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കൂ, അതല്ല മനസ്സിലായെങ്കിൽ അത് പറയൂ. സോ ദാറ്റ് വി ക്യാൻ സ്റ്റോപ്പ് ദിസ്. വേണമെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പറയൂ, മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിൻ്റെ നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. എനി ഡൗട്ട്സ് പ്ലീസ് മൈ ഡിയേഴ്സ്. ഇനി പരീക്ഷയുടെ ഇടയിൽ നോട്ട്സ് ഞാൻ വിട്ടുതരും. ഡിസ്കോഴ്സസ് ഓരോന്ന് എങ്ങനെ എഴുതേണ്ടതെന്ന് വിട്ടുതരും. നോട്ടുകളൊക്കെ വിടുന്നത് ഇനി ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഒരുപാട് ചവറ് പോലെ നോട്ടുകൾ തരില്ല, പക്ഷേ ഓരോ ലെസണിനും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ തരും. അപ്പം അത് നന്നായിട്ട് നോക്കുക. പിന്നെ നിങ്ങളുടേതായ ഭാഷയിലേക്ക് എഴുതുക. ഞാൻ എഴുതുന്ന നോട്ടുകൾ അതുപോലെ കോപ്പി ചെയ്യരുത്. പക്ഷേ ക്യാരക്ടർ സ്കെച്ചൊക്കെ പറയുമ്പോൾ ആ ക്യാരക്ടേഴ്സൊക്കെ പഠിച്ചു വയ്ക്കുക. ഞാൻ പറഞ്ഞ പോലെയൊക്കെ പരീക്ഷ എഴുതുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു മോഡൽ വിട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. എക്സാമിന് ഓൾ ദ ബെസ്റ്റ് പറയാനായിട്ടില്ല, നമുക്ക് റിവിഷനും കൂടി ബാക്കിയുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് ഇറ്റ് ഹിയർ. ജുനൈദ്, യു ആർ സോ ലേറ്റ്. കഴിയാറായി, അപ്പോഴാണ് ജോയിൻ ചെയ്തത്. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം ടെക്സ്റ്റ് ചെയ്തോളൂ. അതർവൈസ് ട്രിസ്ക, എന്തൊക്കെയുണ്ട്? എവിടെ എത്തി എക്സാമിനേഷൻ പ്രിപ്പറേഷൻ? മാക്സിമം സ്കോർ ചെയ്യണം കേട്ടോ ഇപ്രാവശ്യം. ആൻഡ് ഓൾ അതേഴ്സ്, നഹാന, ഷിഫ, മുർഷിദ, ഇഷ, ശ്രാവണി. ഓഫ്, എവിടെ നിന്ന് കിട്ടി ഇത്രയും നല്ല പേര്? ഇഷ, ഷിലു, ഫിബിൻ അലി, മൂസിന, സൂരജ്. സൂരജ് പോയോ? സൂരജ് ഒച്ചവിളിയൊന്നും കാണാനില്ലല്ലോ. സൂരജ്, നിന്റെ മെസ്സേജസ് ഒന്നും കാണുന്നില്ല. നീ ഉറങ്ങിപ്പോയോ അതോ ഇറങ്ങിപ്പോയോ? കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ ജുനൈദ്. അപ്പം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ, ഗുഡ് നൈറ്റ്. നമുക്കിനി റിവിഷനായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.